ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളെ രാവിലെ ഒരു മൺസൂൺ യാത്രയ്ക്ക് ഇറങ്ങിയതാണ്. നല്ല മഴക്കാലമായതുകൊണ്ട് ഫാമിലി ആയിട്ടൊരു ട്രിപ്പ്. പക്ഷെ ഞാൻ ആദ്യം വന്ന് ഇവിടെ അപ്പോൾ രാവിലെ മഴയായതുകൊണ്ട് എനിക്ക് കാര്യമായിട്ടൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഞങ്ങളൊരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഭയങ്കര ശരിക്കും പറഞ്ഞാൽ മനസ്സിന് ഒരുപാട് സന്തോഷവും സങ്കടമൊക്കെ തോന്നുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് നേരെ പോയൊന്ന് കാണാം അത് എവിടെയാണെന്നുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെക്കാളും കൂടുതൽ നിങ്ങൾക്കും അത് ഫീൽ ചെയ്യും. വാ. നമ്മളിപ്പോൾ നിൽക്കുന്നുണ്ടല്ലോ കുന്നിശ്ശേരി രാമൻ സ്മാരക കലാഗ്രഹത്തിലാണ്. അതായത് നമ്മുടെ സ്വന്തം മണിച്ചേട്ടന്റെ സ്മാരകം നിൽക്കുന്ന ഈ ഒരു സ്ഥലത്താണ്. ശരിക്കും പറഞ്ഞാൽ ഒരു മലയാളിയായിട്ടുള്ള എല്ലാവർക്കും ഇവിടെ വരുമ്പം ഭയങ്കരമായിട്ട് ഉള്ളുകൊണ്ടൊരു നോവുണ്ടാകും കേട്ടോ. ഇവിടെ മണിച്ചേട്ടന്റെ ഈ ഒരു പ്രതിമ ശരിക്കും പറഞ്ഞാൽ ഇത് ജീവനുള്ള ഒരു പ്രതിമ പോലെയാണ്. നമുക്ക് ഇങ്ങനെ അദ്ദേഹത്തോടുള്ള ഒരു സ്നേഹം കൊണ്ടായിരിക്കാം നമുക്കൊക്കെ അത് ഫീൽ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ മണിച്ചേട്ടന്റെ സ്വന്തം ചങ്ങാതി, ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന് പറഞ്ഞ ഓട്ടോ. എത്ര നാൾ അദ്ദേഹം ഇവിടെ ഇരുന്നായിരിക്കും അല്ലേ. നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോകാം. മഴ ഇങ്ങനെ ചെറുതായിട്ട് പെയ്യുന്നുള്ളതുകൊണ്ട് നേരെ വണ്ടിയിലേക്ക് കയറുവാണ്. ഇത് നമ്മൾ മണിച്ചേട്ടന്റെ മണിച്ചേട്ടന്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമായിരുന്നു. ഇവിടെയാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിരുന്ന സ്ഥലമേ. പാടിയും കൂടെ ഒന്ന് കണ്ടുവരാം. പാടിയിലാണ് മണിച്ചേട്ടന്റെ ഏറ്റവും കൂടുതൽ സമയം അദ്ദേഹം സ്പെൻഡ് ചെയ്തിരുന്ന ഒരു സ്ഥലം. ശരിക്കും പറഞ്ഞാൽ മണിച്ചേട്ടന്റെ ജീവൻ തന്നെ എവിടെയാണെന്ന് പറയാം കേട്ടോ. പക്ഷെ ഇപ്പൊ ഇതിന്റെ അവസ്ഥ ഇച്ചിരി പാടാണ് കേട്ടോ. കണ്ടിട്ട് മുഴുവൻ ഇവിടെ നമുക്കൊന്ന് കയറി നോക്കാവേ. ഇതിനകത്താണ്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നനഞ്ഞു വല്ലാണ്ട് കിടക്കുക. ഇവിടെ അദ്ദേഹം ഉപയോഗിച്ചതായിരിക്കാം ഒരു പഴയ TV, സൂട്ട് കേസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ അദ്ദേഹം ഉപയോഗിച്ചിരുന്നതായിരിക്കാം. പാടിയോട് ചേർന്ന് തന്നെയാണ് ചാലക്കുടി പുഴ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മണിച്ചേട്ടന്റെ ഒരുപാട് പാട്ടുകളിലൂടെ കേരള ജനം മൊത്തം അറിഞ്ഞൊരു സ്ഥലമാണ് ഈ ഒരു പുഴ. അപ്പൊ ഇതാണ് അദ്ദേഹത്തിന്റെ സ്വന്തം ചാലക്കുടി പുഴ. ചാലക്കുടിക്കാരന്റെ മണികിലുക്ക് മനസ്സിൽ നിന്ന് പോവണമെങ്കിൽ മലയാളികൾ മണ്ണടിയണം. ഇത് കാസർഗോഡുള്ള ഒരു ഫാൻസുകാര് ഇവിടെ കാണാൻ വന്നപ്പോഴത്തേന് കെട്ടിവെച്ചിരിക്കുന്നതാന്ന് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ വരികൾ കറക്റ്റാണ്. നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മണിച്ചേട്ടനെ നമ്മൾ ആരും മറക്കൂല കേട്ടോ. കണ്ടോ, ഇതാണ് ഞങ്ങളുടെ ഫാമിലി. എൻ്റെ വ്ളോഗിൽ ഇതുവരെ ഞാൻ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ ഒന്നും പരിചയപ്പെടുത്തിയിട്ടില്ലേ. ഇതെല്ലാം എൻ്റെ ഫാമിലിയാണ്. കുറച്ച് ബാച്ചുണ്ട്, അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. ഞാൻ പേരൊന്നും പറയുന്നില്ല. ഇതൊക്കെ പറയരുതാ പറഞ്ഞിരിക്കുന്നത്. ആതിരപ്പള്ളിയിൽ നിന്ന് വരുന്ന വഴിക്കുള്ള ഒരു ഫോറസ്റ്റ് ആണ്. കുറേ ദൂരം നമ്മൾ ഫോറസ്റ്റിൽ കൂടെ തന്നെ യാത്ര ചെയ്യണേ. നല്ല തിക്ക് ഫോറസ്റ്റ് ആണ്. ഇവിടെയൊക്കെ ഇങ്ങനെ മുന്നറിയിപ്പൊക്കെ വെച്ചിട്ടുണ്ട്. ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. ഞങ്ങൾ ഇതിനു മുൻപ് പോയപ്പോൾ ഇവിടെ ആന ഉണ്ടായിരുന്നു കേട്ടോ. എന്താണേലും ഇവിടെ നല്ല ഒരു ഫ്രഷ് ഓക്സിജനൊക്കെ ശ്വസിച്ച് കുറേ നേരം ഒന്ന് റിലാക്സ് ചെയ്തിട്ട് പോകാം അല്ലേ.
വന്നപ്പോൾ ഉണ്ടല്ലോ ഞങ്ങൾക്ക് ഇവിടെ ഈ ഫോറസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ഫുഡൊന്നും കിട്ടാനുള്ള ഇതില്ലായിരുന്നു. അതുകൊണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾ ഭക്ഷണം എല്ലാം പൊതിഞ്ഞോണ്ടാണ് വന്നത്. എല്ലാവരും ഇലപ്പൊതിയൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഇവിടെ ഉണ്ടായി നല്ലൊരു അരുവിയുണ്ട് ഇവിടെ ഒഴുകുന്നത്. അപ്പോൾ ഇവിടെ കൈയൊക്കെ കഴുകി ഇവിടെ നല്ല വിശാലമായിട്ട് ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ ഇലപ്പൊതിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതാകുമ്പോൾ ഇക്കോ ഫ്രണ്ട്ലി ആണ്, നമ്മുടെ കാടിനൊന്നും യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല. അപ്പം ഞങ്ങൾ ഇവിടെ ഒന്ന് എല്ലാവരും ഒന്ന് ഭക്ഷണം കഴിക്കാവേ.